വെനസ്വേലയിൽ അതിക്രമിച്ച് കയറി അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയെയും കടത്തിക്കൊണ്ടുപോയ അമേരിക്കൻ നടപടിയുടെ ബാക്കിപത്രമായി ഇപ്പോൾ റഷ്യയുമായി മുഖാമുഖം നിൽക്കേണ്ട അവസ്ഥയാണ് അമേരിക്കയ്ക്ക്. ഉപരോധം മറികടന്ന് എണ്ണക്കടത്ത് നടത്തുന്നതായി അമേരിക്ക ആരോപിച്ചിരുന്ന ഒരു എണ്ണക്കപ്പലിന് സംരക്ഷണം നൽകാൻ റഷ്യയുടെ അത്യാധുനിക അന്തർവാഹിനിയും നാവികസേനയും രംഗത്ത് വന്നു. അതോടെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അമേരിക്കയും റഷ്യയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ബെല്ല 1 എന്ന് മുമ്പ് അറിയപ്പെട്ടിരുന്ന മാരിനേര എന്ന എണ്ണക്കപ്പലിനെ കേന്ദ്രീകരിച്ചാണ് നിലവിലെ തർക്കം. നിയമവിരുദ്ധമായി എണ്ണ കടത്തുന്ന റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റിൻ്റെ ഭാഗമാണ് ഈ കപ്പലെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. വെനസ്വേലയിൽ നിന്നും എണ്ണ കയറ്റാൻ ശ്രമിച്ച ഈ ടാങ്കറിനെ തടയാൻ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. വെനസ്വേലയ്ക്ക് സമീപം നങ്കൂരമിട്ടിരുന്ന കപ്പലിൽ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർ കയറാൻ ശ്രമിച്ചപ്പോൾ ആ കപ്പലിലെ ജീവനക്കാർ ചേർന്ന് അതിനെ തടയുകയും ചെയ്തു. പിന്നീട് അമേരിക്കൻ കടന്നുകയറ്റം ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടി ഈ കപ്പലിനെ അവർ അന്താരാഷ്ട്ര കപ്പൽചാലിലേക്ക് മാറ്റുകയും ചെയ്തു. അതിന് പിന്നാലെ ഈ കപ്പലിൻ്റെ പുറംഭാഗത്തായി റഷ്യയുടെ പതാക പെയിൻറ് ചെയ്യുകയും കപ്പലിൻ്റെ പേര് തന്നെ മാറ്റി മാരിനേര എന്നാക്കുകയും ചെയ്തു. സാധാരണ പരിശോധനകളോ ഫോർമാലിറ്റികളോ ഇല്ലാതെയാണ് റഷ്യ ഈ കപ്പലിനെ തങ്ങളുടെ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യാൻ അനുവദിച്ചത്. എന്നാൽ ഇത് അസാധാരണമായ ഒരു നടപടിയാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ സംഭവങ്ങൾക്കെല്ലാം പിന്നാലെയാണ് കപ്പലിന് അകമ്പടി സേവിക്കാനായി അന്തർവാഹിനിയെ അയച്ച് റഷ്യ ഇപ്പോൾ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. ഉപരോധം ലംഘിക്കുന്ന കപ്പലുകൾക്കെതിരെ നടപടി തുടരുമെന്ന് അമേരിക്കൻ സൈന്യത്തിൻ്റെ സതേൺ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു സിവിലിയൻ കപ്പലായ മാരിനേരയെ അമേരിക്ക പിന്തുടരുന്നത് ആശങ്കാജനകമാണെന്നും ഇത് ഉടൻ അവസാനിപ്പിക്കണമെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. നിലവിൽ ഐസ്ലാൻഡിന് സമീപത്ത് കൂടി റഷ്യയിലെ ഉർമാൻസ്ക് ലക്ഷ്യമാക്കിയാണ് മാരിനേര എന്ന കപ്പൽ സഞ്ചരിക്കുന്നത്. അമേരിക്ക മാരിനേരയെ തൊട്ടാൽ കളി മാറും എന്ന് തന്നെയാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത്. കപ്പലിൻ്റെ സംരക്ഷണത്തിനായി ഒരു അന്തർവാഹിനിയും മറ്റ് നാവിക കപ്പലുകളും റഷ്യ വിന്യസിച്ചതും അതേ സൂചനയാണ് നൽകുന്നത്. നിലവിൽ ചരക്കുകളൊന്നും വഹിക്കാത്ത ഈ കപ്പൽ മുമ്പ് വെനസ്വേലയിൽ നിന്നുള്ള അനധികൃതമായ അസംസ്കൃത എണ്ണ കടത്തിയിട്ടുണ്ട്. വെനസ്വേലയിലേക്ക് പ്രവേശിക്കുന്നതിനും പുറത്ത് കടക്കുന്നതിനുമായി അംഗീകൃത എണ്ണ ടാങ്കറുകൾ ഉപരോധിക്കാൻ ഉത്തരവിട്ടതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു. ശനിയാഴ്ച രാജ്യത്തിൻ്റെ മുൻ നേതാവ് നിക്കോളാസ് മഡൂറോയെ അമേരിക്ക പിടികൂടുന്നതിന് മുമ്പ് വെനസ്വേല സർക്കാർ അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്താൻ കപ്പലുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ട്രംപ് ആവർത്തിച്ച് ആരോപിക്കുകയും ചെയ്തിരുന്നു. ലോകമെമ്പാടും റഷ്യൻ എണ്ണ രഹസ്യമായി കടത്താൻ ഉപയോഗിക്കുന്ന ടാങ്കറുകളുടെ രഹസ്യ ശൃംഖലയെ വിളിക്കുന്ന പേരാണ് ഷാഡോ ഫ്ലീറ്റ് എന്നത്. യൂറോപ്യൻ യൂണിയൻ ഈ അടുത്തിടെ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെച്ചതും പുട്ടിൻ്റെ ആ ഷാഡോ ഫ്ലീറ്റിനെ തന്നെയായിരുന്നു. മോസ്കോ കള്ളക്കടത്ത് കപ്പലുകൾ വഴി എണ്ണ കടത്തുന്നത് തടയുക, റഷ്യയുടെ യുദ്ധതന്ത്രത്തിൻ്റെ വരുമാന സ്രോതസ്സുകൾ ഇല്ലാതാക്കുക എന്നൊക്കെയാണ് ഉപരോധങ്ങൾ കൊണ്ടുവന്നതിലൂടെ യൂറോപ്യൻ യൂണിയൻ ലക്ഷ്യം വെച്ചത്. പഴയകാലത്ത് എണ്ണ ഇടപാടുകൾ നടത്താൻ ഉപയോഗിച്ചിരുന്ന എണ്ണ ടാങ്കറുകളാണ് റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റിൻ്റെ ഭാഗമായുള്ളത്. ഉപരോധങ്ങൾ മറികടന്ന് ലോകമെമ്പാടും രഹസ്യമായി എണ്ണ കയറ്റുമതി ചെയ്യാൻ റഷ്യ ഈ സംവിധാനം ഉപയോഗിക്കുന്നു. ഈ കപ്പലുകൾ പലപ്പോഴും അവ സഞ്ചരിക്കുന്ന പാത മറ്റ് ലോകരാജ്യങ്ങൾ അറിയാതെ മറച്ചു വെക്കുകയാണ് പതിവ്. ഇടയ്ക്കിടെ പാതകൾ മാറ്റുകയും വ്യാജ പേരുകളിലോ ഉടമസ്ഥയിലോ പ്രവർത്തിക്കുകയും ചെയ്യും. ട്രാക്ക് ചെയ്യപ്പെടാത്തതും ശരിയായി രജിസ്റ്റർ ചെയ്യാത്തതും അന്താരാഷ്ട്ര ഷിപ്പിംഗ് നിയമങ്ങൾ പാലിക്കാത്തതും ആയതുകൊണ്ടാണ് അവയെ ഷാഡോ ഫ്ലീറ്റ് എന്ന് വിളിക്കുന്നത്. റഷ്യ, വെനിസ്വേല, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും എണ്ണ കൊണ്ടുപോകുന്ന വലിയ കൂട്ടം ടാങ്കറുകൾ പലപ്പോഴും ഈ പേരിലാണ് അറിയപ്പെടുന്നത്. 2022 റഷ്യ ഉക്രൈനിലേക്ക് പൂർണ്ണ തോതിലുള്ള അധിനിവേശം നടത്തിയതിന് ശേഷം അമേരിക്കയും ബ്രിട്ടനും യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ റഷ്യയ്ക്ക് മേൽ കർശന ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പ്രധാന വരുമാന മാർഗമായ എണ്ണ കയറ്റുമതി ലക്ഷ്യമിട്ടായിരുന്നു ഈ ഉപരോധങ്ങളെല്ലാം. അന്ന് തൊട്ട് റഷ്യയ്ക്ക് ചില രാജ്യങ്ങളിലേക്ക് ബാരലിന് $60 കൂടുതൽ എണ്ണ വിൽക്കാൻ കഴിയില്ലായിരുന്നു. റഷ്യയുടെ എണ്ണ വ്യാപാരത്തിൽ സഹായിക്കാൻ യൂറോപ്പിലെ ചില ഷിപ്പിംഗ് കമ്പനികൾക്ക് അന്ന് വിലക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും എണ്ണ വ്യാപാരം നിർത്താൻ റഷ്യ തയ്യാറായിരുന്നില്ല. അതിനാൽ നിയമങ്ങൾ പാലിക്കാതെ എണ്ണ വിറ്റ് പണം സമ്പാദിക്കുന്നത് തുടരാൻ വേണ്ടി റഷ്യ ഈ ഷാഡോ ഫ്ലീറ്റ് എന്ന രഹസ്യ വഴി തിരഞ്ഞെടുക്കുകയായിരുന്നു. 15 വർഷത്തിലേറെ പഴക്കമുള്ളതും ഗ്രീസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് സെക്കൻഡ് ഹാൻഡായി വാങ്ങിയതുമായ കപ്പലുകളാണ് റഷ്യ ഇതിനായി ഉപയോഗിക്കുന്നത്.